നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്കുള്ള ഫുഡാണ്. കുട്ടികളെന്ന് പറയുമ്പോൾ നമ്മൾ 6 മന്ത്സിന് ശേഷം സോളിഡ് ഫുഡ് കഴിച്ചു തുടങ്ങുന്ന കുട്ടികൾക്കായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്നും കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ അതിലെന്ത് വെറൈറ്റി കൊണ്ടുവരാൻ പറ്റുന്നുള്ളതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ. അപ്പം ഈ ഒരു ഫുഡ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. പൊന്നിയരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്, മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത്, ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത്, 1 സ്പൂൺ നെയ്യ്, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കുക്കറിലേക്ക് ആവശ്യത്തിന് അരി ഇട്ട ശേഷം അതിലേക്ക് ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതും മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതും ചേർത്തു. അതിനുശേഷം ഒരു ചെറിയ സ്പൂണിൽ നെയ്യ് ഒഴിക്കാം. നെയ്യ് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് വെള്ളം ഒഴിക്കണം. വെള്ളത്തിൻ്റെ കണക്കൊന്നുമില്ല, ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഈ കഷ്ണങ്ങളൊക്കെ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളമാണ്. വെള്ളം ഒഴിച്ച ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഞാനൊരു 4 വിസിലോളം ഇട്ടിട്ടുണ്ട്. 4 വിസിൽ വന്ന ശേഷമാണ് തീ ഓഫ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് വേഗം വെക്കാം. ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അറിയാം ചോറും പൊട്ടറ്റോയും മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ചോറ് ഒന്നുകൂടി വെന്തോ നോക്കാൻ വേണ്ടി കുറച്ച് ചോറെടുത്തിട്ട് ഇങ്ങനെ കയ്യിലൊന്ന് ഞെരിച്ച് നോക്കാം. അപ്പോൾ അത് നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മോന് കൊടുത്തു നോക്കാം. വാവയ്ക്ക് ഇഷ്ടപ്പെട്ടോന്ന് അറിയണ്ടേ. അപ്പോൾ നമുക്ക് കൊടുത്തു നോക്കിയിട്ട് പറയാം. വാവേൻ്റെ ബൗളിലേക്ക് ഞാൻ ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവൻ അവിടെ എന്ത് ചെയ്യാൻ നോക്കണ്ടേ. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഹലോ അന്നൂസ, അമ്മയുടെ കുട്ടി കളിക്കുകയായിരുന്നോ? നമുക്കൊന്ന് ചോറ് കഴിച്ചു നോക്കാം. ഞാൻ ചോറിൻ്റെ കൂടെ നന്നായിട്ട് മത്തങ്ങയും പൊട്ടറ്റോ സ്മാഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അവന് ഇഷ്ടപ്പെട്ടു. ഒരു വലിയ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ ചോറിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ അവന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അവനിപ്പോൾ മുട്ടിൽ പോകാൻ തുടങ്ങിയ പിന്നെ ഇങ്ങനെയാണ്. പിടിച്ച് മടിയിലിരുത്തലെല്ലാം കുറച്ച് ശ്രമകരമാണ്. എന്നാലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ മാക്സിമം പിടിച്ചു വെച്ചിട്ട് ചോറ് വാരി കൊടുക്കാറാണ് പതിവ്.